ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ LGS പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയാണ് ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളുമാണ്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 9 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, പോഷകാഹാരങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ ട്രോഫോളജി. വിറ്റാമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ സി കാസിമിർ ഫങ്ക് എന്ന ആളാണ് ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നൽകിയത്, അല്ലെങ്കിൽ വിറ്റാമിൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകം. താഴെ പറയുന്നവയിൽ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം. ജീവകങ്ങളെയാണ് കോ എൻസൈം എന്ന് വിളിക്കുന്നത്. ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജീവകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന, ആകെ 13 ജീവകങ്ങളാണ് ഉള്ളത്. ശരിയല്ലേ? 13 ജീവകങ്ങളാണ് ആകെ ഉള്ളത്. രണ്ടാമത്തെ പ്രസ്താവന, ജീവകങ്ങളെ കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ആ പ്രസ്താവനയും ശരി തന്നെയല്ലേ? ജീവകങ്ങളെ കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ബി കോംപ്ലക്സ് ജീവകങ്ങൾ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ബി കോംപ്ലക്സ് ജീവകങ്ങൾ കൊഴുപ്പിൽ ലയിക്കുന്നവയാണോ? അത് തെറ്റായ പ്രസ്താവനയാണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ബി കോംപ്ലക്സ് ജീവകങ്ങൾ. ജീവകങ്ങളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. ജീവകാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നറിയപ്പെടുന്നത് വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പം 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1, 2, 4 ശരി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഓപ്ഷൻ ഡി 2, 3, 4, 5. അതായത് വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ എ, വിറ്റാമിൻ കെ. 4 ജീവകങ്ങളാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ബാക്കി 9 ജീവകങ്ങൾ, അതായത് ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ വരുന്ന 8 ജീവകങ്ങളും വിറ്റാമിൻ സിയും ജലത്തിൽ ലയിക്കുന്നവയാണ്. താഴെ തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കുക. താഴെ കുറച്ച് ജീവകങ്ങളുടെ പേരും അവയുടെ രാസനാമങ്ങളും തന്നിരിക്കുന്നു. അവയെ ചേരുംപടി ചേർക്കുക. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ അല്ലേ? ജീവകം ഇ ടോക്കോഫെറോൾ, ജീവകം ഡി കാൽസിഫെറോൾ, ജീവകം സി അസ്കോർബിക് ആസിഡ്, ജീവകം എ റെറ്റിനോൾ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി. ഏതാണ് ശരിയല്ലാത്ത ജോഡി? ഓപ്ഷൻ ഡി അല്ലേ? ജീവകം B5ൻ്റെ രാസനാമം പൻറ്റോതനിക് ആസിഡ് എന്നല്ലേ? പൻറ്റോതനിക് ആസിഡ് ആണ് ജീവകം B5. ഫോളിക് ആസിഡ് വരുന്നത് ജീവകം B9 ആണ്. അടുത്ത ചോദ്യം, പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏത്? ഓപ്ഷൻ സി ബീറ്റ കരോട്ടിൻ. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവും ഈ കരോട്ടിൻ തന്നെയാണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം ഏത്?
ഏതാണ്? ഓപ്ഷൻ ബി ജീവകം എ. ഓപ്ഷൻ ബി ജീവകം എ ആണ് കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ജീവകം എയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജീവകം എയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ആ പ്രസ്താവന ശരിയല്ലേ? കാരണം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം എ. ഇലക്കറികൾ, പാൽ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. ജീവകമേ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇലക്കറികൾ, പാല്, അതുപോലെ കരൾ തുടങ്ങിയ ആഹാരവസ്തുക്കളിലാണ് ജീവകം എ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്ത പ്രസ്താവന ജീവകം എയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി. ആ പ്രസ്താവന തെറ്റല്ലേ? ജീവകം സിയുടെ അപര്യാപ്ത രോഗമല്ലേ സ്കർവി? അപ്പം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി നാലാമത്തെ പ്രസ്താവന പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ജീവകം. ആ പ്രസ്താവനയും ശരിയാണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു ജീവകമാണ് ജീവകം എ. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. ജീവകം എ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജീവകം എ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ് എന്ന ശാസ്ത്രജ്ഞനാണ് ജീവകം എ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ്. ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് കാസിമർ ഫങ്ക്. അടുത്ത ചോദ്യം, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി നിശാന്തത. നിശാന്തത. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ. ഏതൊക്കെയാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ? ഒരെണ്ണം നമ്മളിപ്പോൾ കണ്ടു, നിശാന്തത. മറ്റു രോഗങ്ങൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങളിൽ പെടുന്ന മറ്റ് രോഗങ്ങളാണ് സിറോഫ്താൽമിയ, അതുപോലെ കെരാറ്റോമലാസിയ. 3ഉം 7ഉം സിറോഫ്താൽമിയ, കെരാറ്റോമലാസിയ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 2, 3, 7. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ജീവകം സി. രണ്ടാമത്തെ പ്രസ്താവന ആദ്യമായി കണ്ടെത്തിയ ജീവകമാണ് ജീവകം എ. ഈ പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ജീവകം സി എന്നുള്ള പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവന ആദ്യമായി കണ്ടെത്തിയ ജീവകമാണ് ജീവകം എ. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. ആദ്യമായി കണ്ടെത്തിയ ജീവകമാണ് ജീവകം എ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരി. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ജീവകം B1. ജീവകം B1. ജീവകം ബിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം ബിയുടെ അപര്യാപ്ത രോഗം ഏതാണ്? ഓപ്ഷൻ എ വായ്പുണ്ണ്. ഓപ്ഷൻ എ വായ്പുണ്ണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. ധാന്യകങ്ങൾ, പ്രോട്ടീനുകൾ എന്നിവയെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകം ഏത്? ധാന്യകങ്ങൾ, പ്രോട്ടീനുകൾ എന്നിവയെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം ബി. ജീവകം ബി. വിറ്റാമിൻ B1മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിറ്റാമിൻ B1മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ.
നമുക്ക് നോക്കാം. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. അത് ശരിയായ പ്രസ്താവനയല്ലേ? വിറ്റാമിൻ B1ൻ്റെ രാസനാമമാണ് തയാമിൻ. രണ്ടാമത്തെ പ്രസ്താവന കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്നു. ആ പ്രസ്താവനയും ശരി തന്നെയല്ലേ? കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B1. മൂന്നാമത്തെ പ്രസ്താവന അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം ആണോ? അതും ശരി തന്നെയാണ്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് വിറ്റാമിൻ B1. ജീവകം B1ൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറിബെറി. അതും ശരിയായ പ്രസ്താവനയാണ്. ജീവകം B1ൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറിബെറി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ജീവകം G എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? ജീവകം G എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഏതാണ് ജീവകം G എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി. വിറ്റാമിൻ B2 അറിയപ്പെടുന്ന പേരാണ് ജീവകം G. ജീവകം B2വുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ബി അല്ലേ? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമല്ല, സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന ജീവകമാണ് ജീവകം B2. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം D ആണ്. B2 സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന ജീവകമാണ്. താഴെ പറയുന്നവയിൽ നിന്നും ജീവകം B2ൻ്റെ അപര്യാപ്ത രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ജീവകം B2ൻ്റെ അപര്യാപ്ത രോഗങ്ങൾ. ഓപ്ഷൻ എ ത്വക്ക് സംബന്ധമായ രോഗം, വളർച്ചാമാന്ദ്യം. ത്വക്ക് സംബന്ധമായ രോഗവും വളർച്ചാമാന്ദ്യവുമാണ് ജീവകം B2ൻ്റെ അപര്യാപ്ത രോഗങ്ങൾ. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളിൽ പെടാത്തത് ഏത്? ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ജീവകം B12. ജീവകം B12. ജീവകം PP അഥവാ പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്നത് ഏത്? ജീവകം PP അഥവാ പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം B3. ജീവകം B3. അടുത്ത ചോദ്യം. ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പെല്ലഗ്ര ബാധിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ശരീരഭാഗങ്ങളെയാണ്? പെല്ലഗ്ര ഏതൊക്കെ ശരീരഭാഗങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി 2, 3, 6. അതായത് ത്വക്ക്, അന്നപദം, നാഡീവ്യവസ്ഥ. ത്വക്ക്, അന്നപദം, നാഡീവ്യവസ്ഥ എന്നിവയാണ് പെല്ലഗ്ര ബാധിക്കുന്നത്. ജീവകം B7മായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഒന്നാമത്തെ പ്രസ്താവന ജീവകം H എന്നറിയപ്പെട്ടിരുന്ന ജീവകം. ആ പ്രസ്താവന ശരിയല്ലേ? B7 ആണ് ജീവകം H എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബയോട്ടിൻ എന്നാണ് രാസനാമം. ആ പ്രസ്താവന ശരിയാണ്. ജീവകം B7ൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. മൂന്നാമത്തെ പ്രസ്താവന എയ്ഡ്സ് നിർണയ ടെസ്റ്റായ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നു. ശരിയാണോ? ശരിയാണ്. എയ്ഡ്സ് നിർണയ ടെസ്റ്റായ എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകമാണ് B7. അതുപോലെ നാലാമത്തെ പ്രസ്താവന ജീവകം B7ൻ്റെ അപര്യാപ്ത രോഗങ്ങളാണ് ഡെർമറ്റൈറ്റിസ്, എൻറൈറ്റിസ് എന്നിവ. ശരിയല്ലേ? ഡെർമറ്റൈറ്റിസും എൻറൈറ്റിസുമാണ് ജീവകം B7ൻ്റെ അപര്യാപ്ത രോഗങ്ങൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. എല്ലാം ശരി. പിരിഡോക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏത്? പിരിഡോക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം. ഓപ്ഷൻ ഡി ജീവകം B6. ജീവകം B6 ആണ് പിരിഡോക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏത്? ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഏതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. ജീവകം B12ൻ്റെ അപര്യാപ്ത രോഗം വരുന്നത് പെർനീഷ്യസ് അനീമിയ ആണ്. പെർനീഷ്യസ് അനീമിയ.
താഴെ പറയുന്നവയിൽ അരുണരക്താണുക്കളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏത്? അരുണരക്താണുക്കളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം. ഓപ്ഷൻ ഡി ജീവകം B9. ജീവകം B9. ജീവകം B9മായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന ജീവകം B9ൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. രണ്ടാമത്തെ പ്രസ്താവന ജീവകം B9ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവ. ഈ പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയല്ലേ? ജീവകം B9ൻ്റെ രാസനാമം ഫോളിക് ആസിഡ് എന്നാണ്. അതുപോലെ ജീവകം B9ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ, വിളർച്ച എന്നിവ. അപ്പം ഓപ്ഷൻ ബി 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ജീവകം B12വുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന മനുഷ്യൻ്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. അത് ശരിയായ പ്രസ്താവനയാണ്. മനുഷ്യൻ്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് B12. രണ്ടാമത്തെ പ്രസ്താവന ജീവകം B12ൽ കാണപ്പെടുന്ന ലോഹമാണ് കൊബാൾട്ട്. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് B12. ശരീരത്തിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന ഒരു ലോഹമാണ് കൊബാൾട്ട്. മൂന്നാമത്തെ പ്രസ്താവന മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം. ആ പ്രസ്താവനയും ശരി തന്നെയാണ്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് B12. അപ്പോൾ തെറ്റായിട്ടുള്ളത് നാലാമത്തെ പ്രസ്താവനയാണ്. ജീവകം B12ൻ്റെ അപര്യാപ്ത രോഗം വരുന്നത് പെർനീഷ്യസ് അനീമിയയാണ്. ഏതാണ്? പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെ എന്ന് കണ്ടെത്തുക. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ബി ജീവകം ബി, ജീവകം സി. ജീവകം ബിയും ജീവകം സിയുമാണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകങ്ങൾ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ജലദോഷത്തിനൊരു ഉത്തമ ഔഷധമാണ് ജീവകം സി. ജീവകം സി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ണ്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ജീവകം സി അത്യന്താപേക്ഷിതമാണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ സി അല്ലേ? കണ്ണ്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം സി ആണോ? അല്ല, ജീവകം എ ആണ് കണ്ണ്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം. അടുത്തത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. നാവികരുടെ പ്ലേഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി സ്കർവി. സ്കർവി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏത്? ഏതാണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം? ഓപ്ഷൻ ഡി ജീവകം സി. ജീവകം സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ സ്രോതസ്സിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ സ്രോതസ്സിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി പാൽ. ഓപ്ഷൻ ബി പാൽ. പാലിൽ ജീവകം സി അടങ്ങിയിട്ടില്ല. ബാക്കി എല്ലാത്തിലും, അതായത് നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില, അതുപോലെ തന്നെ ഓറഞ്ച്, മറ്റ് പഴവർഗ്ഗങ്ങളിലൊക്കെ ജീവകം സി ധാരാളമായിട്ട് കാണപ്പെടുന്നു. പ്രത്യേകിച്ച് പുളിരസമുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും ജീവകം സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്.
താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? വേഗത്തിൽ മുറിവുണക്കുന്നു, രോഗപ്രതിരോധശേഷി നിലനിർത്താൻ സഹായിക്കുന്നു, പല്ല്, മോണ, ത്വക്ക്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുന്നു, എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇവയിൽ ജീവകം സിയുടെ ധർമ്മങ്ങളിൽ പെടാത്ത ധർമ്മം ഏതാണ്? ഏതാണ് ജീവകം സിയുടെ ധർമ്മങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ സി അല്ലേ? എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നത് ജീവകം സി അല്ല, ജീവകം ഡി ആണ്. താഴെ പറയുന്നവയിൽ വൈറ്റമിൻ ഡിയുമായി ബന്ധമില്ലാത്തത് ഏത്? ജീവകം ഡിയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നതാണ് ജീവകം ഡിയുമായിട്ട് ബന്ധമില്ലാത്തത്. മറ്റുള്ളവയെല്ലാം ജീവകം ഡിയുടെ അപരനാമങ്ങളാണ്. സൺഷൈൻ വൈറ്റമിൻ, സ്റ്റീറോയിഡ് വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നിവയെല്ലാം ജീവകം ഡിയുടെ അപരനാമങ്ങളാണ്. താഴെ പറയുന്നവയിൽ വൈറ്റമിൻ ഇയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക. വൈറ്റമിൻ ഇയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക. ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, കൊയാഗുലേഷൻ വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഓപ്ഷൻ ഡി 1, 2, 4. ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നിവ വിറ്റാമിൻ ഇയുടെ അപരനാമങ്ങളാണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. ജീവകം കെ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്നാമത്തേത് ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ, വൈറ്റമിൻ കെ. രണ്ടാമത്തേത് ആൻറ്റി സീറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ. മൂന്നാമത്തേത് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3. നാലാമത്തേത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. അടുത്ത ചോദ്യം, ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ഓപ്ഷൻ സി ജീവകം ഡി. ജീവകം ഡി ആണ് ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത്. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ജീവകം സി. താഴെ പറയുന്ന സൂചനകൾ ഏത് ജീവകവുമായി ബന്ധപ്പെട്ടതാണ്? താഴെ പറയുന്ന സൂചനകൾ ഏത് ജീവകവുമായി ബന്ധപ്പെട്ടതാണ്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം, പാലുൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ഈ ജീവകത്തിൻ്റെ അഭാവം മൂലം അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന അവസ്ഥയാണ് റിക്കറ്റ്സ്. ഇത് ഏത് ജീവകവുമായി ബന്ധപ്പെട്ട സൂചനകളാണ്? ഏത് ജീവകമാണ്? ജീവകം ഡി അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ജീവകം ഡി. ഹോർമോണുകളുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം. ഹോർമോണുകളുടെ മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി ജീവകം ഡി. ജീവകം ഡി ആണ് ഹോർമോണുകളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം. ഓപ്ഷൻ എ ജീവകം ഇ. ജീവകം ഇ ആണ് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവകം ഇയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ജീവകം ഇയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. പ്രത്യുൽപാദന ഹോർമോൺ എന്നറിയപ്പെടുന്നു. നിരോക്സീകാരിയായ വൈറ്റമിൻ, മുട്ട, സസ്യ എണ്ണകൾ തുടങ്ങിയവയിൽ ധാരാളമായി കാണപ്പെടുന്നു. പ്രോത്രോംബിൻ എന്ന രാസവസ്തു അടങ്ങിയിരിക്കുന്ന ജീവകം. ഇവയിൽ തെറ്റായ പ്രസ്താവന. ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ഡി അല്ലേ? പ്രോത്രോംബിൻ എന്ന രാസവസ്തു അടങ്ങിയിരിക്കുന്നത് ജീവകം കെയിലാണ്. ജീവകം ഇയുടെ അപര്യാപ്ത രോഗം ഏത്? ജീവകം ഇയുടെ അപര്യാപ്ത രോഗം. നമുക്കറിയാം പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഇ. അപ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ തകരാറ് മൂലം വരുന്ന രോഗം ഏതാണ്?
ഓപ്ഷൻ സി വന്ധ്യത. ഓപ്ഷൻ സി വന്ധ്യത. രക്തസ്രാവം തടയുന്നതിനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ. രക്തസ്രാവം തടയുന്നതിനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏത്? ഓപ്ഷൻ എ ജീവകം കെ. ജീവകം കെ അല്ലേ രക്തം കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ജീവകം കെ ആണ് ജനിച്ച ഉടനെയുള്ള രക്തസ്രാവം തടയുന്നതിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ഓപ്ഷൻ ഡി ജീവകം കെ. ജീവകം കെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. ജീവകം സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. ജീവകം ബി സൂര്യപ്രകാശത്തിൽ നഷ്ടപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്ത് വെച്ചാണ് ജീവകം കെ നിർമ്മിക്കപ്പെടുന്നത്? ജീവകം കെ നിർമ്മിക്കപ്പെടുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ ബി ചെറുകുടൽ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ഒരു ജീവകമാണ് ജീവകം കെ. വൻകുടലിൽ വെച്ചിട്ട് നിർമ്മിക്കപ്പെടുന്നത് ജീവകം B12. ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്നത് ജീവകം ഡി. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിത്യാ കാണപ്പെടുന്ന ജീവകം. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിത്യാ തന്നെ കാണപ്പെടുന്ന ജീവകം ഏത്? ഓപ്ഷൻ സി ജീവകം എ. ഓപ്ഷൻ സി ജീവകം എ. അവസാനത്തെ ചോദ്യം, മുറിവുണങ്ങുന്നതിൽ കാലതാമസം വരുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? മുറിവുണങ്ങുന്നതിൽ കാലതാമസം വരുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി ജീവകം സി. ജീവകം സിയുടെ അഭാവം മൂലമാണ് മുറിവുണങ്ങാൻ താമസം വരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്